പാലക്കാട് ചിറ്റൂരിൽ കാണാതായി പിന്നീട് കുളത്തിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തിയ സുഹാനിൻ്റെ ഈ ദാരുണ മരണത്തെക്കുറിച്ച് സുഹാനും ജ്യേഷ്ഠനായ റയാനും ഇരുവരും കൂട്ടുകാരെ പോലെ കളിച്ചും ചിരിച്ചും നടക്കുന്നവർ. ഇടയ്ക്കിവർ കുട്ടികളായതുകൊണ്ട് തന്നെ വഴക്കിടുകയും ചെയ്യുമായിരുന്നു. അന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്ന വേളയിലും ഇവർ പിണങ്ങി. അപ്പോൾ സുഹാനോട് റയാൻ പറഞ്ഞു ബാഡ് ബോയ് എന്ന്. അങ്ങനെ ജ്യേഷ്ഠനുമായി പിണങ്ങിയാണ് സുഹാൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. പിന്നീട് 6 വയസ്സുകാരനായ ഈ പൊന്നുമോനെ കണ്ടെത്തിയത് അത് ആർക്കും സഹിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയായിരുന്നു. സുഹാനിൻ്റെ വീട്ടിലേക്കെത്തിയ പ്രദേശവാസികളെല്ലാം വാവിട്ട് കരയുകയായിരുന്നു. പൊന്നുമോൻ്റെ മുഖം ആർക്കും തന്നെ മറക്കാനായില്ല. ഇത് സഹിക്കാനും. സുഹാനിനെ കാണാനില്ല എന്ന വിവരം അറിഞ്ഞ ജ്യേഷ്ഠനായ റയാൻ നിറക്കണ്ണുകളോടെ അവനെ തേടി അലഞ്ഞു. തിരിച്ച് വീട്ടിലെത്തിയ പൊന്നുമോൻ ചുമരിൽ എഴുതി വെച്ചത് ഇങ്ങനെ: സുഹാൻ ഈസ് മിസ്സിങ്. ഇങ്ങനെയാണ് തൻ്റെ കൊച്ചനുജനെ കാണാത്ത ഈ ജ്യേഷ്ഠൻ അവരുടെ വീടിൻ്റെ ചുമരിൽ എഴുതി വെച്ചത്. 6 വയസ്സുള്ള ഒരു കുഞ്ഞ് ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നിശബ്ദമായി അവസാനിച്ച ഒരു ചെറുജീവൻ സുഹാൻ. കാണാതായി എന്ന വാർത്ത വന്ന നിമിഷം മുതൽ ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു. കുട്ടിയെ കണ്ടെത്തണം, ജീവനോടെ കിട്ടണം. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തകർന്നു വീണു. അത് സംഭവിച്ചത് അവൻ്റെ നിശ്ചലമായ ശരീരം കണ്ടെടുത്ത ആ നിമിഷത്തിലാണ്. ആ വേദന വിവരിക്കാൻ വാക്കുകളില്ല. പക്ഷേ ഇതിലും ഭീകരമായ മറ്റൊരു വേദന ഇപ്പോൾ രൂപപ്പെടുകയാണ്. നോക്കൂ, ഇതുപോലെ കുഞ്ഞുങ്ങളെ കിണറ്റിൽ നിന്നും പുഴയിൽ നിന്നും കണ്ടെത്തിയ ധാരാളം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം പിന്നീട് പ്രതികളായി വന്നത് സ്വന്തം അമ്മയും അമ്മയുടെ കാമുകനും അമ്മയുടെ സഹോദരനും അച്ഛൻ്റെ സഹോദരനും എന്നിങ്ങനെ ധാരാളം വാർത്തകൾ നമ്മൾ കേട്ടവരാണ്. ഇതെല്ലാം തെളിഞ്ഞു വന്നത് വ്യക്തമായ തെളിവുകളും സംശയിക്കേണ്ട തരത്തിലുള്ള ഇവരുടെ പെരുമാറ്റങ്ങളും കൊണ്ട് തന്നെ. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കൂ. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഉമ്മ, അവളുടെ നെഞ്ചിൽ ഇപ്പോഴും അടങ്ങാത്ത നിലവിളി, ഉറങ്ങുമ്പോൾ പോലും കുട്ടിയുടെ മുഖം കാണുന്ന ഒരു മാതാവ് അവൾക്ക് മുന്നിൽ വീണ്ടും സംശയത്തിൻ്റെ കത്തി കുത്തിയിറക്കുന്നു. അതാരാണ്? അന്വേഷണ ഉദ്യോഗസ്ഥരല്ല, പ്രദേശവാസികളോ കുടുംബ ബന്ധത്തിലുള്ളവരോ അല്ല, റിയാക്ഷൻ ചെറ്റകളാണ്. ഒരു ചാനലുണ്ടെങ്കിൽ റീച്ചിന് വേണ്ടി ആരുടെയും ജീവിതം തകർത്ത് കളയുന്ന തരത്തിൽ അന്യായമായ വാക്കുകൾ പറയുന്ന നാറികൾ. ന്യായം തേടുന്നത് തെറ്റല്ല, സത്യം പുറത്തു വരണം. കുറ്റവാളി ഉണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം. പക്ഷേ അതിനൊപ്പം നമ്മൾ ഒരു കാര്യം മറക്കരുത്. ഉമ്മ എന്നത് ആദ്യം ഒരു മനുഷ്യനാണ്. വേദന അനുഭവിക്കുന്ന തകർന്നുപോയ ഒരു സ്ത്രീ. തെളിവുകളില്ലാതെ അന്വേഷണത്തിൻ്റെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിലെ ചർച്ചകളിലൂടെ ഒരു മാതാവിനെ കുറ്റവാളിയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വഴുതി പോകുമ്പോൾ ഇത് നീതിയല്ല, ക്രൂരതയാണ്. ഒരു സുഹൃത്ത് അയാളുടെ വീഡിയോയിൽ പറയുന്നത് കേട്ടു, എനിക്കെന്താ സംശയിക്കാൻ പാടില്ലേ എന്ന്. എന്നാൽ സുഹൃത്തെ, നിന്റെ സംശയത്തിന് യുക്തിപരമായി അടിസ്ഥാനമുണ്ടോ? ഉണ്ടെങ്കിൽ നീ അത് ആദ്യം പങ്കുവെക്കൂ. പോലീസോ കുടുംബമോ പ്രദേശവാസികളോ ആർക്കുമില്ലാത്ത ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് കയറി വന്നത്? അതിൻ്റെ കാരണമെന്താണ്? 2 മക്കളുള്ള ആ മാതാവിന് ഇളയ കുട്ടിയായ ഇവനെ ഇല്ലാതാക്കിയിട്ട് എന്ത് ലഭിക്കാനാണ്? വെറുതെ ഇങ്ങനെ ഊളത്തരങ്ങൾ പറയാതെ മിണ്ടാതിരിക്കുന്നതായിരിക്കും അതിലും നല്ലതായിട്ടുള്ള കാര്യം. അങ്ങനെയൊരു സംശയത്തിൻ്റെ നിഴൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ മിടുക്കരായ കേരള പോലീസിൻ്റെ അന്വേഷണം ഉണ്ടിവിടെ. സുഹാന് നീതി വേണം. അതുപോലെ തന്നെ സുഹാൻ്റെ ഉമ്മയ്ക്കും മനുഷ്യപരമായ സമീപനവും കരുണയും അത്യാവശ്യമായി വേണം. അനാവശ്യ സംശയങ്ങളിൽ ഒരു മനസ്സ് കുത്തി നോവിക്കാതിരിക്കുക.